ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വൻ തീപിടുത്തം. ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച ട്രക്കിനാണ് തീപിടിച്ചത്. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ്? ഈ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴേത് ഘട്ടത്തിൽ? രക്ഷാപ്രവർത്തനം എങ്ങനെ? റിജിത്ത്, ഇവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് തീ ഇപ്പോൾ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത്. ഈ പ്രദേശത്തുള്ള നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗ്യാസ് സിലിണ്ടർ നിറച്ച ഒരു ട്രക്കിന് തീപിടിക്കുകയും തുടർന്ന് ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. നിരവധി വീടുകളുടെ മേൽക്കൂരകളിലേക്ക് ഈ സിലിണ്ടറുകൾ ഇത്തരത്തിൽ തെറിച്ചു വീണിട്ടുണ്ട്. ആളുകൾ വലിയ ആശങ്കയോടെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞത്. ഈ പ്രദേശത്ത് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അവർക്ക് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. 2 വീടുകൾ ഈ അപകടത്തെ തുടർന്ന് കത്തി നശിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു തടി ഗോഡൌണിനും തീപിടിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന്റെ ഭാഗമായി നിലവിലിപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് ഫയർഫോഴ്സും പോലീസും അറിയിക്കുന്നത്. എന്നാൽ ഈ അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തകർ തുടരുകയാണ്. സമീപത്തേക്ക് ഈ ഗ്യാസ് സിലിണ്ടറുകൾ തെറിച്ചത് മറ്റ് അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. റിജിത്ത്.